ഇന്നുണ്ടാക്കുന്നത് പനീർ ബട്ടർ മസാലയാണ്. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ ബട്ടറും ഇട്ട ശേഷം 3-4 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു വലിയ ഉള്ളി, 3-4 അള്ളി വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഇതൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല രീതിക്കൊന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു വലിയ തക്കാളിയും കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒന്നിച്ച് തന്നെ 3-4 ഞാൻ കാഷ്യൂവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂട് നല്ലപോലെ ആറിയ ശേഷം ഇതൊന്ന് മിക്സി ജാറിലിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നല്ല രീതിക്കൊന്ന് സോഫ്റ്റായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് മാറ്റി വെക്കണം. ശേഷം വേറൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും ഇട്ട ശേഷം ഒരു പച്ചമുളകും ഒരു ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത്. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ശേഷം കുറച്ച് ജീരകപ്പൊടിയും കുറച്ച് ഗരം മസാല പൗഡറും കൂടെ ഇട്ട് നല്ല രീതിക്കൊന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച ടൊമാറ്റോ സോസും കൂടി ഈ സമയത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. ശേഷം ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം. ഇത് നല്ല രീതിക്കൊന്ന് തിളച്ച് വന്ന ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഞാനിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നല്ല രീതിക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കസൂരി മെത്തിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത എല്ലാവരും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബായ്.